അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എണീറ്റ് വന്നിട്ട് ഒരു 6 മണിയോട് കൂടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം നമുക്കൊരു ചായ കുടിക്കാൻ വേറെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കാരണം നമ്മളവിടെ ഒഴിഞ്ഞൊരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മളൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. പിന്നെ ഡുണ്ടുമോളെ ഒന്ന് ഇറക്കി അപ്പിയൊക്കെ ഇടിപ്പിച്ച് കയറ്റി. ഡ്രൈ ഫുഡ് വേണ്ട അവർക്ക്, അത് കഴിക്കില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവള് യാത്രയ്ക്ക് വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ നോർമലി നമ്മളൊരു 1.5 ദിവസത്തെ യാത്രയൊക്കെ എടുക്കുന്ന കാരണം കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി, തിരിച്ചു വരുമ്പോൾ ബാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പോകാറ്. ഇത് പക്ഷേ നമുക്ക് അങ്ങനെ പറ്റില്ലായിരുന്നല്ലോ. ഒരു 3 ദിവസത്തിന് മേലെയുള്ള യാത്ര ആയത് കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ഞാൻ കരിക്കുവെള്ളമൊക്കെ വാങ്ങിച്ചു വെച്ച് കൊടുത്തു അവൾക്ക്. മുട്ട കൊടുത്തു. മുട്ട വെറുമേറ്റിൽ കൊടുക്കുന്ന പണിയാണ്, പക്ഷേങ്കിൽ അവൾക്ക് അത് ഇഷ്ടമാണ്, അതുകൊണ്ടെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്താണ്. പിന്നെ കരിക്കുവെള്ളമൊക്കെ നിർബന്ധിച്ച് കൊടുക്കുമായിരുന്നു. ഒറ്റടി തന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും മര്യാദയ്ക്ക്. പാവല്ലേ വെച്ചാൽ ഞാൻ അടിക്കാത്തത്. കുടി ഈ ഇതാക്കി വേണം കണ്ട ഞാൻ ചെക്കായിരിക്കും ഇവിടെ ചെക്കായിരിക്കും നിർബന്ധിക്കണം. അതിങ്ങനെ വെള്ളം കുടിക്കാൻ യാത്രയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെ പറ്റില്ല, വെള്ളം കുടിക്കില്ല. ഇതിങ്ങനെ അങ്ങനെ വഴക്ക് പറഞ്ഞും തല്ലുകൂടിയും ഒക്കെ കുറേ നിർബന്ധിച്ച് അവർക്ക് കുറേ ഭക്ഷണവും കുറച്ച് വെള്ളവും എങ്ങനെയൊക്കെയോ ഒന്ന് കുടിപ്പിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കുറേ അധികം ദൂരത്തോളം കാറ്റാടിപ്പാടമായിരുന്നു. ഇവിടെ അധികം കാറ്റാടിപ്പാടം അങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുമായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കാറ്റാടിപ്പാടമൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങനെ പോയി. നമ്മൾ രാത്രി ആയതോടുകൂടി നമ്മളങ്ങനെ മഹാരാഷ്ട്ര എത്തി. രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ച ഒരു ധാബയെന്നായിരുന്നു. അപ്പോൾ നല്ല ഫുഡാണ്, ധാബയിലെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. അവൾക്ക് കുറച്ച് അതിൽ നിന്ന് കൊടുത്തു, അത് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല പാല് കിട്ടും നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ. ധാബയിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കൂടി ഉള്ളത് കാരണം ഞങ്ങളൊരു ഇളം ചൂടുള്ള പാല് വാങ്ങിച്ചിട്ട് അഞ്ചിനെ അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ അവൾ അത് കുടിച്ചു കേട്ടോ. അത് മൊത്തം കുടിച്ചപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, മറ്റേ കുറച്ച് എനർജിയോട് കൂടി നിന്നോളുമല്ലോ എന്ന് ചോദിച്ച് അങ്ങനെ അവൾ പാലൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മൾ വീണ്ടും അടുത്ത പെട്രോൾ പമ്പിലാണ് സ്റ്റേ ചെയ്തത്. മഹാരാഷ്ട്രയിൽ തന്നെ ഒരു പമ്പിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുന്ന് പിന്നെ നമ്മൾ ഒത്തിരി വെളുപ്പിനെ ഇറങ്ങി, കാരണം നമ്മൾ തലേദിവസം കുറച്ച് നേരത്തെ തന്നെ നമ്മളൊന്ന് സെറ്റിലായത് കാരണം പിറ്റേ ദിവസം നമ്മൾ 4 മണിയോടുകൂടിയാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ താനെയൊക്കെ എത്താറായപ്പോഴത്തേക്ക് അന്നേരമൊക്കെ നേരം വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഡുണ്ടുവിനെ ഒന്ന് ഇറക്കി അപ്പിയൊക്കെ ഇടിപ്പിച്ച് മൂത്രമൊക്കെ ഒഴിച്ച് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു. പാറയൊക്കെ കൂടി നിൽക്കുന്ന ഭയങ്കര ഭംഗിയുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവളെ ഇറക്കി ഞങ്ങൾ മൂത്രമൊക്കെ ഒഴിച്ച് പോയപ്പോഴത്തേക്ക് അവിടുത്തെ കാവൽക്കാരാണ് നോക്കിയേ എന്തൊരു സൈസാണെന്നറിയാം അവന്മാർക്ക്. ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള ഡോഗ്സ് ആയിരുന്നു അത്. അവിടുത്തെ ലോക്കൽ ബ്രീഡ് തന്നെയാണ്, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളവന്മാരായിരുന്നു. അപ്പോൾ അവന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ വെളുപ്പിന് എണീറ്റ് പറഞ്ഞതാ ഞങ്ങളുടെ ഡുണ്ടുമോൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് വന്ന് അവിടെ ഇരുന്ന് കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി കുറേ നേരം. പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ അവർക്കൊക്കെ എണീറ്റ് ചില്ലായപ്പോൾ അവളുടെ കൂടെ ഒരു കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് 2 കൂടി ഞാൻ ഇട്ട് കൊടുത്തു. എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട് കുഞ്ഞിനത്. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടെ കൂട്ടി ഒരു ബ്രഞ്ച് പോലെ നമ്മൾ ഉണ്ടാക്കി അങ്ങ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗുജറാത്തിൽ കടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ നോർത്തിൽ ഞാൻ നിന്നിട്ടുണ്ട് കുറേ നാളെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്തൊരു സാധനം നമ്മൾ കഴിച്ചത്. ഇതിൻ്റെ പേര് ഉമ്പാടി എന്നാണ്. പിന്നീട് ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു, ഇതിൻ്റെ പേരും ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പ്യോർ ഗുജറാത്തിയാണ് സംസാരിക്കുന്നത്, ഹിന്ദി ഒന്നും ഒരു തരി അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവർ പറഞ്ഞ പേര് വെച്ച് എങ്ങനെയൊക്കെയോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പേര് ഉമ്പാടിയു എന്നായിരുന്നു. അതായത് ഈ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് അവരുടെ നാട്ടിൽ കിട്ടുന്ന കുറേ കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമ്മുടെ ചേനുണ്ടായിരുന്നു, അതിൽ നീലക്കാച്ചിലുണ്ടായിരുന്നു, മധുരക്കിഴങ്ങുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇവിടെ കിട്ടുന്നൊരു ബീൻസ് പയർ വിത്ത് തൊലിയോടുകൂടി അത്. പിന്നെ മണത്തിന് വേണ്ടി എന്തൊക്കെയോ കുറേ ഇലകളുമൊക്കെ ഇട്ടിട്ട് കലത്തിനകത്ത് ചുട്ടെടുത്തായിരുന്നു ഇവരിത് ഉണ്ടാക്കുന്നത്. കലത്തിലിട്ട് വെച്ച് അതിൻ്റെ മേൽവശം നമ്മൾ മറ്റേ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചുട്ടെടുത്തുണ്ടാക്കുന്ന ഒരു ഡിഷായിരുന്നു അത്. നല്ല ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു കേട്ടോ അത്. അപ്പോൾ വീട്ടിൽ വന്നിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഞാൻ വെച്ചു. നമ്മൾ നാട്ടിൽ പുഴുങ്ങി കഴിക്കാറാണ് പതിവ്, ഇത് അങ്ങനെയല്ല, ഇത് വേറൊരു രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പം വീട്ടിൽ വന്നിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വെച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്.
പിന്നെ നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഗുജറാത്തിലായിരുന്നു. നൈറ്റൊക്കെ ആയപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോളിൻ്റെ വില കണ്ടോ, 94 രൂപ. നമ്മുടെ നാട്ടിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കോ. അപ്പോൾ 94 കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കേട്ടോ. ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പിന്നീട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചത്. അവിടെ നമ്മൾ നേരെ കയറിയത് നാഷണൽ എക്സ്പ്രസ് ഹൈവേയിലോട്ടാണ്. ഇപ്പോൾ പുതുതായിട്ട് പണിയുന്ന ഹൈവേ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ 4 മെട്രോ സിറ്റീസിനെ കവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഹൈവേ ആണിത്. NE4 എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. നല്ല അടിപൊളി ഹൈവേ ആണ്. 8 വരി പാതയാണ് വരുന്നത്. കാറിൻ്റെയൊക്കെ കിലോമീറ്റർ എന്ന് പറയുന്നത് 120 km/h അത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റും. നല്ല ഭംഗി. രാത്രിയും കൂടെ ആയത് കാരണം, മഞ്ഞുള്ളത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതുവഴി പോകാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ കുറച്ച് സ്പോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ ഒരിടത്ത് ഇറങ്ങി അന്ന് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് തന്നെ കുറച്ച് താഴേക്ക് സർവീസ് റോഡ് കൊടുത്തിട്ട് അവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളും പെട്രോൾ അടിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്ത്. ഭയങ്കരമായിട്ടിത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത കാരണം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ ഡുണ്ടുമോളൊക്കെ അവിടെ അയച്ചു വിട്ടു. അത്ര നേരത്തിന് ശേഷം അവൾ അയച്ചു വിട്ടതിൻ്റെ സന്തോഷമായി കാണുന്നത്. അപ്പോൾ അയച്ചു വിട്ടു. പിന്നെ അവിടെ McDonald's ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ തന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കുമായിരുന്നു. ഡുണ്ടുമോളെ അവിടെയൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു. കുറച്ച് പട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഴയതുപോലെ നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ബെഡല്ല, നമ്മുടെ വണ്ടി തന്നെ. നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ സെറ്റ് ചെയ്തു. ഫ്രണ്ട് ബാക്കിലിരുന്ന ലഗേജസ് ഫുള്ള് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ ബെഡ് സെറ്റ് ചെയ്ത് കിടന്നു. നാളെയോടുകൂടി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തേക്കാളും നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമായിരുന്നു. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ കാണാം.